അപ്പോഴേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ള ഒരു അടിപൊളി വെജിറ്റബിൾ കുറുമ റെസിപ്പിയാണ്. കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാണ്, അതേപോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു 4 പച്ചമുളക് മിക്സിൻ്റെ ജാറിൽ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താണ്. പിന്നെ ഒരു വലിയൊരു സവാള അതേപോലെ നീളത്തിലരിഞ്ഞത്, ഒരു തക്കാളി, ഇത്രയും ആവശ്യമുണ്ടേ. ഇനി നമുക്ക് എന്താ ചെയ്യാമെന്ന് അറിഞ്ഞോ, ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു സവാള അരിഞ്ഞതുണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് ഇനി അതിനൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ വഴറ്റുമ്പോൾ കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ, പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടാനാണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിനേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ, പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങ്, അതേപോലെ ഗ്രീൻ പീസ്, ക്യാരറ്റ്, ഇത് മൂന്നും തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ പരിപാടി തുടങ്ങാം. അപ്പത്തിന് സവാള വഴന്ന് വന്നോളും. അങ്ങനെ അതൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് അരക്കപ്പ്, അതേപോലെ ക്യാരറ്റ് അരക്കപ്പ്, ഉരുളക്കിഴങ്ങ് അരക്കപ്പ്, അങ്ങനെ ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തതാണേ. അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് ആ തക്കാളിനെ ചെറുതായി മുറിച്ചതാണേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഒരുപാട് കൂട്ടി വെക്കരുതേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ചതച്ച ആ പച്ചമുളക് ഉണ്ടല്ലോ അതായത് 4 പച്ചമുളക് ചതച്ചാൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ചതച്ച മുളക് കിട്ടും കേട്ടോ. ഇനി മുളകിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒപ്പം ചതച്ചെടുത്താണ്, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പെരിഞ്ജീരകപ്പൊടിയൊക്കെ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ആ സമയത്ത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പെരിഞ്ജീരകപ്പൊടി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നന്നായി വഴന്ന് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. പച്ചമണം എല്ലാം മാറി നന്നായി റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇടാം. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ മുളക് പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് നന്നായി ഒന്ന് സ്റ്റൗ കുറച്ച് വെച്ചിട്ട് മല്ലിപ്പൊടി ഇടുന്ന സമയത്ത് സ്റ്റൗവ് മീഡിയം അതിനും കുറച്ച് താഴെയാക്കിയിട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് ആ മല്ലിപ്പൊടിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കരിയാതെ ഒന്ന് നോക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്നും ഒക്കെ പച്ചമണമൊക്കെ മാറി നന്നായി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും അതൊക്കെ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. അതിന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒരു തേങ്ങ ചിരകി അരച്ചതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ഒന്ന് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മല്ലിയില ഇതിൻ്റെ മേലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല മണമൊക്കെ ഇരിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ കൂട്ടുകാരെ.